ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി കഞ്ഞിപ്പുര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് ഗഫൂറിനെ കാണാനാണ്. ഗഫൂറിന് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. ഗഫൂറിന് പക്വത കുറവാണ്, പിന്നെ ബുദ്ധിപരമായ വിഷയങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവനെ സ്വീകരിക്കാൻ പറ്റിയ ഒരു വധുവിനെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഒറ്റ മോനാണ്, ഉപ്പാക്കും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവരുടെ കാലശേഷം ഇവൻ എന്ത് ചെയ്യും എന്നുള്ള ഭയങ്കര ഒരു വിഷമത്തിലാണ് അവരുള്ളത്. അവനിക്ക് കഴിയാനുള്ള ഒരു കടമുറിയും അല്ലാത്ത ഒരു വീട് കൂടെ ഉണ്ട്, അതിൻ്റെ വാടക കാര്യങ്ങളൊക്കെ ഉണ്ട്. സാമ്പത്തികമായിട്ട് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവരുടെ ഒരു കാലശേഷം അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു പക്വത കാര്യങ്ങളൊന്നും എനിക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ കാണുമ്പോൾ അതിലൊരുപാട് നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും പറയാണ്ട് ഇവരുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ അവൻ്റെ പോരായ്മകളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളേ നമുക്ക് വേണ്ടുള്ളൂ. എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എല്ലാം മനസ്സിലാക്കി വരുന്ന ഒരാളേ നമുക്ക് വേണ്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരാളെ കണ്ടെത്താൻ നിങ്ങളൊന്ന് ഇത് ഷെയർ ചെയ്യണം കേട്ടോ. എന്നാൽ നമുക്ക് അവരെ പരിചയപ്പെടാം. ഇതാ ഈ കാണുന്നത് അവൻ്റെ ഒരു കടമുറിയാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ചെറിയൊരു കച്ചവടം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ ഒരു 2 ഷട്ടർ ഇത് ഇവരുടെ തന്നെ ബിൽഡിംഗ് ആണ് കേട്ടോ. അവിടെ ചെറിയൊരു കച്ചവടം കാര്യമെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു വീടും ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, ഇത് വാടക കൊടുത്തിയാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ വീട് കേട്ടോ. അസ്സലാമു അലൈക്കും. ഇതാണ് ഗഫൂർ. ഗഫൂർ, എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇത് അമ്മോനാണ് അല്ലേ? എൻ്റെ പേര് മുഹമ്മദ്. അമ്മാവനാണ് അല്ലേ? ഇത് ഉമ്മയാണ്. ഉമ്മൻ്റെ പേരെന്താ? മൈമൂന. ഇത് നാസർ ഉപ്പയാണ്. ഉപ്പ എന്താ ചെയ്യുന്നേ? ഇപ്പൊ ഒരു പണിയും ഇല്ല അല്ലേ? ഉപ്പാക്ക് ചെറിയൊരു പക്വക്കുറവ് ഉണ്ടായിരുന്നു അല്ലേ? എന്നാ ഇവിടെ ഇരുന്നോ ഗഫൂറേ, ഇവിടെ ഇരി. ഇക്കാ, നിങ്ങളെ പേര്? മുഹമ്മദ്. ഗഫൂറിന് എന്തൊക്കെയാണ് ശരിക്കുള്ള ബുദ്ധിമുട്ടുകള്? ഓനക്ക് ബുദ്ധിമുട്ടൊരു പക്വത കുറവുണ്ട്. വേറെ വല്ല അസുഖങ്ങളോ കാര്യം ഇതൊന്നുമില്ല. പിന്നെ പഠിപ്പും കുറച്ച് കുറവാണ്. ഓന് ഈ സ്ഥിരമായിട്ട് ഗുളിക എന്തെങ്കിലും കുടിക്കില്ല? ഒരു ഗുളിയും കഴിക്കുന്നില്ല. ഒരു അസുഖമില്ല, ഒരു ഗുളിയും കഴിക്കുന്നില്ല. അസുഖങ്ങളൊന്നുമില്ല. ഈ ഒരു പക്വത കുറവാണ് മെയിനായിട്ടുള്ളത്. ഈ വീട്ടിൽ നിന്ന് വയലന്റ് ആവുക അങ്ങനെ എന്തെങ്കിലും? അങ്ങനത്തെ കുഴപ്പങ്ങളോ അങ്ങനത്തില്ല. അങ്ങനത്തെ ഒന്നും ദേഷ്യപ്പെടുക അങ്ങനത്തെ ഒന്നുമില്ല. ആരോടും ചൂടായ തിരക്കൂട അങ്ങനത്തെ ഒന്നുമില്ല. ഇങ്ങനെ ഇപ്പൊ ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കും. ചിരിച്ചോണ്ട് നിൽക്കും. അപ്പൊ ഈ കച്ചവടമൊക്കെ പുള്ളി ഒറ്റക്കാണോ ചെയ്യുന്നത്? ഓനക്ക് ഉമ്മ ഉണ്ടാവും ഹെൽപ്പിന്. അതൊക്കെ ഇപ്പം പോയിരിക്കും. പൈസേന്റെ കണക്കൊന്നും അറിയില്ല? പൈസന്റെ കണക്കൊന്നും അറിയില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞവർക്ക് വേറെ വരുമാന മാർഗം? ഇതൊരു വീട് താമസിക്കുന്നത് ഒരു വീടുണ്ട്, മറ്റൊരു വീടുണ്ട് വാടക കൊടുത്തിട്ടുണ്ട്. 10 സെന്റ് സ്ഥലമുണ്ട്. സാമ്പത്തികമായിട്ട് വലിയ ഇതില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. അതൊക്കെ നോക്കി മെയിൻറ്റെയിൻ ചെയ്ത് നടക്കാൻ പറ്റുന്ന ഒരു കുട്ടിയാണെങ്കിൽ രക്ഷപ്പെടാൻ പറ്റും. അതെ അതെ. ഗഫൂർ ഇങ്ങോട്ട് നോക്കടാ. എത്ര വയസ്സായി ഗഫൂറിന്? എത്ര വയസ്സായി? 24 വയസ്സ്. അപ്പൊ തീരെ സ്കൂൾ വിദ്യാഭ്യാസം ഇല്ല അല്ലേ? തീരെ പോയില്ല അല്ലേ? ബഡ്സ് സ്കൂളാണോ പോയെ? സാധാ സ്കൂൾ പോയിക്കാ? എത്ര വരെ? സ്ക്രൈബ് എഴുതിയതാ? വേറെ ആൾ എഴുതി കൊടുത്ത പരീക്ഷ? അത് ശരി. അപ്പോൾ പിന്നെ ഡോക്ടർ കല്യാണം കഴിക്കാൻ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഇതാണ് അവൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കല്യാണാലോചനയായിട്ട് മുമ്പോട്ട് വരുമ്പോൾ നല്ല രീതിയിൽ അന്വേഷിച്ച് ഇനിയിപ്പോൾ ഒരു ഡോക്ടറുടെ അടുത്ത് പോയി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം മുമ്പോട്ട് വരിക. കല്യാണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം നിലനിൽക്കേണ്ടതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വരുന്ന ഒരു പാർട്ട്ണറെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ആലോചനകൾ വരട്ടെ. അപ്പോൾ ശാരീരികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് പ്രശ്നമില്ല അല്ലെ വരുന്ന വധുവിന്? പക്ഷെ കുറച്ചൊരു പക്വത ഉള്ള ഒരാളാണെങ്കിൽ ഇവർക്കൊരു സപ്പോർട്ടായിരിക്കും. കാരണം അവരെ കാലം കഴിഞ്ഞപ്പോഴും താമസിക്കും ചെയ്യാം. അതെ, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അവർക്ക് തന്നെ മെയിൻ ചെയ്ത് കൊണ്ടുപോകാം. തീർച്ചയായും ഇവരല്ലേ ഉള്ളൂ. അത് പ്രശ്നങ്ങളുള്ള കാര്യങ്ങളൊന്നല്ല. അത് അവർക്ക് ഇവിടെ താമസിക്കാം. അപ്പൊ മകനെ നോക്കാം, അല്ല മരുമകനെ നോക്കാം, മകളെ നോക്കൊക്കെ അവർക്ക് ചെയ്യാം. ഒറ്റ മോളായിട്ട് വീടൊന്നും ഇല്ല, കഷ്ടപ്പെടുന്നവരാണ്. എല്ലാവർക്കും കൂടി ഇങ്ങോട്ട് വന്ന് ഇവരോടെ കൂടെ ഒരു ഫാമിലി ആയിട്ട് നിൽക്കാന്ന് അല്ലേ? അപ്പൊ അവർക്ക് അവനെ മെയിൻ ചെയ്ത് അവർക്ക് കൊണ്ടുപോകാം. തീർച്ചയായും. മനസ്സിലായോ? അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. അതെ.
അങ്ങനെയുള്ള ഫാമിലിയാണ് നമുക്ക് കുഴപ്പമില്ല. തീർച്ചയായിട്ടും അത് വീട്ടിലൊക്കെ താമസിക്കുന്നവരുണ്ടാവും. അതെ, നല്ലൊരു കാര്യമാണ് ഇക്ക പറഞ്ഞത്. അതായത് ഇങ്ങനെ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. മക്കളുള്ളവരാണെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കാം. നമുക്കിപ്പോ വന്ന് നോക്കാനോ അല്ലെ വന്നിരിക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. അതെ, അപ്പോൾ ഇക്ക പറഞ്ഞത് നല്ലൊരു കാര്യമാണ്. അതായത് വാടക വീട്ടിലോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടായിട്ട് ഒരു വീടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കഷ്ടപ്പെടുന്ന എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടിലുള്ള മക്കളൊക്കെ ആണെങ്കിൽ അവരുടെ പേരൻസിന് ഇവിടെ വന്ന് മോളെയും കൊണ്ട് ഇവിടെ വന്ന് ഇവരോട് ഒപ്പരം താമസിക്കുക, എന്നിട്ട് അവർക്ക് രണ്ടാളെയും നോക്കുക, അതിനൊക്കെ സന്തോഷമുള്ളൂ. കൊണ്ടുപോകണം. അതെ, തീർച്ചയായും അത് അവരെടുക്കണം, ഉത്തരവാദിത്തം അവരെ ഏൽക്കണം. അതെ, അപ്പോൾ അവർക്ക് ഭാവിയിലേക്ക് അവർക്ക് ഇതൊരു അതെ സമ്പാദ്യമായി മാറും. അതെ അതെ, തീർച്ചയായും ചിന്തിക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു പാർട്ണറെയാണ് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത്. പിന്നെ ഉപ്പാക്ക് ചെറിയൊരു പക്വതക്കുറവ് വിഷയമുണ്ട്. അതെ, ചെറിയ ബ്ലോക്കും കാര്യമൊക്കെ പറഞ്ഞായി അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലേ. ആദ്യം സോഡ കമ്പനിയിലേനല്ലേ പണി? അതെ അതെ, അങ്ങനെയാണ്. അതെ അതെ അതെ. അപ്പോൾ 24 വയസ്സല്ലേ ആയത്? നമുക്ക് വയസ്സ് എത്ര വരെ പറ്റൂ? 24 വരെയൊക്കെ നമുക്ക് നോക്കാം അല്ലേ. കുറച്ച് 1-2 കൂടിയാലും കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല, അവനെ മനസ്സിലാക്കുന്ന ഒരാളായാൽ മതി. പിന്നെ അവൻ പുറത്തേക്കൊക്കെ പോകും, സാധനമൊക്കെ വാങ്ങാനൊക്കെ പോകാറുണ്ടോ? കൂട്ടുകാരൊപ്പം പോകാനും കൂട്ടുകാരൊപ്പം അടക്കം പോയി കളിച്ചായിരിക്കലും. പള്ളിയിലേക്കൊക്കെ ഒറ്റക്ക് പോകും അല്ലേ? ഈ കടയിലേക്കുള്ള സാധനമൊക്കെ ആരാ വാങ്ങല്? ഞാൻ കൂടെ പോകും. എവിടുന്ന് വാങ്ങല്? ഹോൾസെയിൽ പോയിട്ട് വാങ്ങൂലേ? കാടാമ്പുഴ പുത്താണിക്കൊക്കെ പോയി ഓൻ തന്നെ മേടിക്കല്. ഞാൻ കൂടെ പോവുള്ളൂ. വയ്യൊക്കെ ഞാൻ പറഞ്ഞു, ഓൻ പറഞ്ഞത് എനിക്ക് അറിയില്ല, ഓർമ്മ ഉണ്ടാവില്ല ഇപ്പൊ ഷുവറായിട്ടേ. അങ്ങനെ ഒരു കാര്യം നല്ല ഒരു കുടുംബം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നോട്ടെ, നമുക്ക് കുഴപ്പമില്ല. ഇക്ക നമുക്ക് ദൂരമൊന്നും പ്രശ്നമില്ലല്ലോ. പ്രശ്നമൊന്നുമില്ല, അടുത്തന്നെ സന്തോഷം. പക്ഷെ ദൂരത്തുനിന്ന് പോണേന് കുഴപ്പമില്ല, അവര് വെന്റ് ചെയ്യണം. പെണ്ണ് അതെ അതെ, അതായത് ദൂരത്തോളം വീട്ടിലേക്കൊക്കെ രണ്ടാളും കൂടെ പോകണമെങ്കിലൊക്കെ ഇവനിക്ക് അതിനുള്ള പക്വത കാര്യങ്ങളില്ല. ആ കുട്ടി അത് മെയിൻറ്റെയിൻ ചെയ്ത് ദൂരത്തേക്കൊക്കെ പോകാനും ഇവനെയും കൂട്ടി പോകാനൊക്കെ ഓക്കെ ആണ്. ദൂരത്തുള്ളവരൊന്നും വിഷയമില്ല കേട്ടോ. അപ്പോൾ അവൻ്റെ ബുദ്ധിമുട്ട് അത്രത്തോളമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കി മുമ്പോട്ട് വരിക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് കംപ്ലീറ്റ് മനസ്സിലാക്കിയ ശേഷം മുമ്പോട്ട് വരിക. എന്താണ് എൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ എല്ലാം A to Z പഠിക്കുക. ഡോക്ടറുടെ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുക. പിന്നെ പലരും പല സ്ഥലത്തുനിന്ന് വിളിക്കും, നല്ലപോലെ അന്വേഷിക്കണം. കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു വിധ ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ എന്നെ അന്വേഷിച്ച് ചെയ്യാൻ കേട്ടോ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇതൊക്കെ തന്നെ, ഈ കണ്ടീഷനൊക്കെ തന്നെ. അതെ അതെ, വേറൊന്നും പറയാനില്ല. എനിക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ഇതിനിങ്ങനെ ഈ കണ്ടിയില് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക, അല്ലാത്തവര് ബന്ധപ്പെടണ്ട. അതേ നമുക്ക് പറയാനുള്ളത്. അല്ലാത്തവര് ബന്ധപ്പെടരുത്. അത് തന്നെ, വിളിച്ച് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ ബന്ധപ്പെടരുത്. നമ്മൾ മനുഷ്യന്മാരാ, നിങ്ങൾ മനുഷ്യന്മാരാ. ഇരിക്കാൻ നടക്കരുത്, നമുക്ക് ആർക്കും നല്ലതല്ല. അതെ, നമ്മളെ വിഷമം കൊണ്ടാണ് നമ്മളിപ്പോ ഇത് പറയുന്നത്, ഇത് വീഡിയോ എടുക്കുന്നതും. അല്ലാതെ ഒരാളെ ബുദ്ധിമുട്ടാക്കാൻ ഒരാളാന് വേണ്ടിയിട്ടല്ല. കള്ളത്തരത്തും ചതിയും പഞ്ചിനും ഒന്നുമില്ല. നിങ്ങൾ വരിക, നിങ്ങൾ അന്വേഷിക്കുക, കാണുക, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നടത്തുക. തീർച്ചയായും, അല്ലാത്ത ഒരു പരിപാടി വേണ്ട. അതെ, അതാണ് നമ്മൾ എങ്ങനെയാണോ ഗഫൂർ ഉള്ളത് ആ രീതിയിൽ അവനെ മനസ്സിലാക്കി മുമ്പോട്ട് വരുന്ന ഒരാളെ നമുക്ക് വേണ്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഒക്കെ പറഞ്ഞാൽ കറക്റ്റാണ്, അങ്ങനെയുള്ള ഒരാളെ നമുക്ക് വേണ്ടുള്ളൂ. അപ്പോൾ ഓനിപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടല്ലോ, ഇത്ര ബുദ്ധിമുട്ടുണ്ടല്ലോ, ഇതൊക്കെയാണോ അവൻ്റെ ബുദ്ധിമുട്ട്? നല്ല രീതിയിൽ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇപ്പോൾ ഒരു ഒന്നിച്ച് ജീവിക്കുമാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നമ്മൾ 10 മിനിറ്റ് വീഡിയോയിൽ മനസ്സിലാക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ 100% ഓക്കെ ആണെങ്കിൽ നിങ്ങൾ പേരൻസ് മുമ്പോട്ട് വരിക, ആലോചിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഇവർ പറഞ്ഞ കാര്യവും എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ, ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ഫാമിലി അടക്കം ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നതാണെങ്കിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ അവസാനം ആ ഒരു ചാൻസ് ആയിട്ട് എടുത്തിട്ട് ഇപ്പോൾ ഒരേ എഴുതി വാങ്ങി ഇവരങ്ങ് ഇതാക്കി ഇപ്പോൾ സ്വത്തെല്ലാം അടിച്ച് മാറ്റി പോകാമെന്നുള്ള മൈൻഡുള്ള ആരും വരികയും ചെയ്യരുത്. അതൊരു നല്ല ഉദ്ദേശത്തിൽ ഒരാൾ വന്നോട്ടെ എന്നുള്ളതിന് വേണ്ടി അവർ പറഞ്ഞതേ ഉള്ളൂ. അതായത് ഒരു ഫാമിലി അങ്ങനെ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ വന്നോട്ടെ എന്നുള്ളത് കൊണ്ട് അവർ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി മുമ്പോട്ട് വരിക. ഉമ്മാക്ക് വേറെ എന്താ പറയാനുണ്ടോ? അത്രേ ഉള്ളൂ അല്ലേ? അതെ അതെ അതെ. എന്നാൽ ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് എൻ്റെ കല്യാണം നടക്കട്ടെ. ഗഫൂറേ, എന്താടാ ഒന്നും പറയാത്ത? എന്തെങ്കിലും പറ. എങ്ങനെയുള്ള പെൺകുട്ടീനെ വേണ്ടിയേ? കല്യാണം കഴിക്കാൻ റെഡിയാണോ?
എങ്ങനെയുള്ള പെൺകുട്ടീനെ വേണ്ടേ? ചൊറുക്കൾ വാങ്ങാൻ ഇങ്ങോട്ട് നോക്ക്, മുഖത്ത് നോക്ക്. ചൊറുക്കൾ വാങ്ങാൻ ഇവനെ പുറത്തേക്കൊന്നും അങ്ങനെ നിങ്ങൾ കൂടുതലായിട്ട് കൊഞ്ചിച്ച് വളർത്തിയതാന്ന് തോന്നുന്നില്ല. മെയിനായിട്ട് അതാ സംഭവിച്ചത്. അതെ, ഉമ്മ കൊഞ്ചിച്ച് വളർത്തി. ഇപ്പൊ ഒരു തുണ കിട്ടിയാൽ ചിലപ്പോൾ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. അതെ, പുറത്തേക്കൊന്നും വിടലില്ലേ? ഇല്ല, പുറത്തേക്കൊന്നും വിടൂല. എന്റെ കുട്ടി തന്നെയാണ്. അങ്ങനെ ഓമനിച്ച് വളർത്തി. ആ ഒരു കുട്ടിയല്ലേ ഉള്ളൂ, ഓമനിച്ച് വളർത്തി. അപ്പൊ എന്റെ ഭാര്യയും പറയും, ഞാനും പറയും, എല്ലാരും പറയും, എന്റെ മരുക്കളും പറയും പുറത്തേക്ക് വിട്ടാളാ അങ്ങനെ. അപ്പൊ ഇവിടെ സമ്മതിക്കൂല. സമ്മതിക്കാത്തതുകൊണ്ടാണ് ഇത്രയും വിധിതരങ്ങൾ പറ്റിയത്. തുറന്ന് പറയാലോ. തീർച്ചയായും. അപ്പൊ അത് ഇപ്പൊ അവൾ തന്നെ അനുഭവിക്കേണ്ടി വരും. നമുക്കത് അനുഭവിക്കാൻ പറ്റില്ല. നമുക്ക് പറയുന്നത് പറഞ്ഞു കൊടുക്കാനല്ലേ പറയാനേ പറ്റൂ. അത് തന്നെ അനുഭവിക്കേണ്ടി അവരെല്ലാം അനുഭവിക്കേണ്ടി വരും. പഠിപ്പെല്ലാം കഴിഞ്ഞ് അത് തന്നെ ഇനിയിപ്പോ അന്ന് നോക്കണ്ടേന്ന്, ഇപ്പൊ നോക്കിയിട്ട് കാര്യമില്ല. അതെ അതെ അതെ. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ബന്ധപ്പെടുക. പിന്നെ തിരിക്കാനോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ചാനലിലെ കുറ്റം പറഞ്ഞിട്ടോ ചാനലിലെ ഇതിലൊരു ഉത്തരവാദിയല്ല. ഞങ്ങൾക്കൊരു കുട്ടിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവൻ്റെ സത്യാവസ്ഥ തുറന്ന് പറയാണ്. ആ തുറന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചാനലിനെ കുറ്റം പറയരുത്. ഇതിൻ്റെ ഉത്തരവാദി ഞങ്ങളാണ്. നിങ്ങൾക്ക് വേണം നേരിട്ട് വരെ അന്വേഷിക്കുക. അല്ലാതെ ഇതിൽ ചാനലിലെ കുറ്റക്കാരനോ അല്ലെങ്കിൽ അവർക്ക് മുതലെടുപ്പിന് വേണ്ടിയിട്ടോ അല്ല ഈ ചെയ്യുന്നത്. ദയവ് വിചാരിച്ച് ചാനലിനെ കുറ്റം പറയരുത്. അത് തന്നെയല്ല, ഇതിൽ ആവശ്യമില്ലാത്തത് നിങ്ങൾ ആരും വിളിക്കുകയും ചെയ്യണ്ട. ആവശ്യമുള്ളവർ മാത്രം വിളിക്കുക. തിരുപ്പ ഒരു ഇതൊന്നുമല്ല, മരിച്ചു പിരിയാൻ വേണ്ടിയുള്ള ഒരു സംഗതിയാണ്. ഒരിക്കലും ചാനലിന്റെ കുറ്റം പറയരുത്. അയാളെ ഞങ്ങൾ വിളിച്ച് വരുത്തിയതാണ്. അല്ല പറയാ കാര്യം പറയാം. അല്ല അതിപ്പോ ആൾക്കാർ പറയുന്നത് പറഞ്ഞോട്ടെ. ഇപ്പൊ നമ്മൾ നോക്കിയിട്ടല്ല, നമ്മള് നോക്കുക. അത് മനുഷ്യന് പറ്റിയല്ല. അതെ, നമ്മള് നല്ലൊരു ശ്രമിക്കുക. അതായത് നമ്മള് ശ്രമിക്കുക, ബാക്കി പടച്ചവന്റെ വിധി പോലെ വരട്ടെ. അത് തന്നെ ഇൻഷാ അല്ലാഹ്. എന്നാ പിന്നെ ആയിക്കോട്ടെ മാ ഇക്കാ, ഞാൻ ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും. ഗഫൂറേ, എന്താടാ ഓക്കെ അല്ലേ? ഇന്ന് കട ലീവാ? കട ലീവാ? എന്താ സാധനം തീർന്നാ? ഇങ്ങോട്ടോക്ക്, മുഖത്ത് നോക്ക്. നേരെ നോക്കി സംസാരിക്കണം കേട്ടോ. എപ്പോ നേരെ നോക്കിട്ടാ സംസാരിക്കാൻ. 24 വയസ്സാ എനിക്ക്. പട്ടാളത്ത് പോകേണ്ട പ്രായ. അപ്പൊ നല്ല എനർജറ്റിക് ആയിട്ട് വേണം കേട്ടാ. മനസ്സിലായാ? പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആള് ക്ലിയർ ആവും. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആള് ക്ലിയർ ആവും. ഉഷാറാണ് അല്ലേ? ഇവിടെ ഈ ചങ്ങായിമാരൊക്കെ ഒന്ന് വർത്താനം പറയാൻ ഒരിക്കലെല്ലാം ഉണ്ട്. ഇവരെ നേരാക്കി എടുക്കാൻ പറ്റുന്ന കുട്ടീനെ നമുക്ക് ആവശ്യം. നിങ്ങളൊക്കെ ബിസിനസ്സും കാര്യം ബനും ഓരോ കൂടി ചെയ്യുകയാണെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം അതുപോലെ കണ്ടുപിടിച്ച് അതിന് താല്പര്യമുള്ളവര് വന്നാ മതി. വേണമെങ്കിൽ വന്നോ. മറ്റുള്ള കുറ്റം പറയാ, മറ്റുള്ള നമ്മൾ തയ്യാറാണ്. നേരിട്ടിട്ട് ഉള്ള ഇടപാടാണ്. ഞാൻ മോനാണ്. എന്നാ ആയിക്കോട്ടേക്കാ, ശരി. അപ്പോൾ ഫ്രണ്ട്സ്, ആ ഗഫൂർ ഉമ്മയും പിന്നെ അമ്മോനൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് എനിക്ക് വരണം. നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. അപ്പോൾ അവരുടെ ഒരു സിറ്റുവേഷൻ ഇതാണ്, ഒറ്റ മോനാണ്. അപ്പോൾ ലാളന കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളാണ്. പിന്നെ അവൻ്റെ പക്വതക്കുറവ് കാര്യങ്ങളൊക്കെ അതുകൊണ്ട്, പിന്നെ പൈസേൻ്റെ അളവ് അതൊന്നും അറിയില്ല. പിന്നെ വയലൻ്റ് കാര്യങ്ങളൊന്നും അല്ല എന്നാണ് ഇവർ പറഞ്ഞത്. അങ്ങനെ ദേഷ്യം പിടിക്കുക, സാധനം എടുത്തടി, അങ്ങനത്തെ രീതികളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ആളിങ്ങനെ ചിരിക്കൂ, പിന്നെ ഒരു മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ഒരിതും, അത് കൂട്ടുകെട്ട് അങ്ങനെ പുറത്ത് പോയി പരിചയം ആളുകളായിട്ട് ഇടപെടലെല്ലാം കുറഞ്ഞിട്ടാണ്. അങ്ങനെ പുറത്തധികം അങ്ങനെ പോകാറില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷയമാണ്. പക്ഷേ എന്താണെങ്കിൽ പോലും അതൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം മുമ്പോട്ട് വരിക. നിങ്ങൾക്കതിന് ഓക്കെ ആണെങ്കിൽ മാത്രം മുമ്പോട്ട് വരിക. അല്ലാതെ പിന്നെ ഇവരുടെ ഈ ഇവർ പറഞ്ഞ ഓഫർ കാര്യങ്ങൾ കണ്ടിട്ട് വരുന്നവരാവരുത്. അതായത് ഈ വീട് ഇവിടെ വന്ന് താമസിക്കുക, ആ ഒരു സിറ്റുവേഷനൊക്കെ. കാരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നെ അതിനൊക്കെ വേണ്ടി വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഇവരൊരു ഇതായിപ്പോവും. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇവനെ ഏറ്റെടുത്ത് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരാൾ എത്രയും പെട്ടെന്ന് വരട്ടെ. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ കല്യാണത്തിന് മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറുടെ കൗൺസിലിങ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്താ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പഠിച്ചിട്ട് മുമ്പോട്ട് വരാം. പിന്നെ ഒരു പക്വതയുള്ള ഇവനെയും ഈ വീടും ഇവരെ ഈ സാഹചര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ ഒരു പക്വതയുള്ളൊരു കുട്ടിയാണ് ഇവർക്ക് വേണ്ടത്. ബാക്കി എന്ത് ശാരീരിക ബുദ്ധിമുട്ടൊന്നും വിഷയം ഉണ്ടാകുകയല്ല. പക്ഷെ ആ ഒരു മൈൻഡുള്ള കുട്ടിയാണെങ്കിൽ അത്രയും സന്തോഷം കേട്ടോ. അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യട്ടോ. ഓക്കെ, ബൈ.